ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വൈറൽ മന്തിയാണ്. യമനി മന്തി ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു മസാലപ്പൊടി ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, അല്ലാന്നുണ്ടെങ്കിൽ പൊടി എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ മല്ലി ബോൾസ്, 1/2 ടീസ്പൂൺ ജീരകം, 1 വെളുത്തുള്ളി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ 1 കിലോ ചിക്കൻ വലിയ പീസസായി കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചതാണ്. അതിലേക്ക് ഉപ്പും പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. സ്കിന്നോട് കൂടി ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി സാഫ്രോൺ കളർ ഉണ്ടെങ്കിൽ ഒരു പിഞ്ച് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ലാസ്റ്റാണ് ആഡ് ചെയ്തത്, മറന്നുപോയതാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് ചൂടായാൽ അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലോ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തിന്നായിട്ട് കട്ട് ചെയ്ത ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ഇട്ട് കൊടുത്തത്. അത് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്ത 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നന്നായി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പകുതി മതിയാവും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സ്പൈസസ് ആണ്. 1 ഡ്രൈ ലെമൺ, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, പിന്നെ ഏലക്ക 3-4 എണ്ണം, ഇതൊക്കെയാണ് ആഡ് ചെയ്തത്. മല്ലി ബോൾസ് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ സെല്ല ബാസ്മതി റൈസാണ് എടുത്തത്, അല്ലാന്നുണ്ടെങ്കിൽ ബാസ്മതി റൈസ് എടുത്താലും മതി. അരി ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കപ്പ് അരി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കാറ്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് കട്ടിയിൽ തന്നെ ഫോയിൽ പേപ്പർ വെക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കണം. ഞാൻ 2 ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുത്തത്. ഇനി ഇതിൻ്റെ മുകളിലായി ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായി ചിക്കൻ വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതും ഒന്ന് ഒരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം. എനിക്ക് ഏകദേശം 25-30 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. നാട്ടിലുള്ളവരാണെങ്കിൽ ഇതിലും കുറച്ചധികം ടൈം എടുക്കും. ഏകദേശം ഒരു 40 മിനിറ്റൊക്കെ വേണ്ടി വരും. ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത്. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റി വെക്കാം. ചിക്കൻ ഇതേപോലെ തന്നെ കഴിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ കഴിക്കാം, നല്ല സോഫ്റ്റ് ആയിട്ട്. ഇവിടെ ഇപ്പോൾ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്, ഷാലോ ഫ്രൈ, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രിൽ ചെയ്തെടുക്കാം. എല്ലാ ചിക്കനും അതിൻ്റെ മുകളിൽ നിന്നായിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഫോയിൽ പേപ്പർ എടുത്ത് മാറ്റി റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വെന്ത് പോയിട്ടൊന്നുമില്ല, കറക്റ്റ് വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് 30 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കാതെ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് അടി പിടിക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഓവർ കുക്കായി പോകുമെന്നൊക്കെ. അങ്ങനെയൊന്നും ആയിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 3-4 പച്ചമുളകും കൂടി അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ചാർക്കോൾ കത്തിച്ച് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ച് ഇതൊന്ന് ദമ്മിൽ വെക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. അതുപോലെ ഉണ്ടാക്കാനും എളുപ്പമാണ്. കുറഞ്ഞ ചേരുവകൾ വെച്ച് കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഒരു മന്തി റൈസ് തന്നെയാണിത്. വൈറൽ മന്തി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതേപോലെയുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് കാണാം.